ഹായ് ഫ്രണ്ട്സ്, ഷൈനിക സ്റ്റാർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചില വ്യക്തികൾ, അത് ആരും ആവാം. നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാവാം, നിങ്ങളുടെ ബ്ലഡ് റിലേഷൻഷിപ്പ് ആവാം, പാരൻസ് ആവാം, ആരും ആവാം. സോ അവർ നിങ്ങളോട് പറയാതെ മറച്ചു വച്ചിരിക്കുന്ന, ഈഗോ കാരണം മറച്ചു വച്ചിരിക്കുന്ന ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. Nine of Swords, Eight of Wands, Three of Wands, the Fool, Four of Cups, Queen of Cups, Five of Pentacles, the Devil, King of Wands, Judgment. ബോട്ടത്തിൽ കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് സോഡ്സ് ആണ്. അവർ നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നത് പോലെയൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ടാവും. ബട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറത്ത് പറയാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ സങ്കടങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പായാലും നിങ്ങൾ ആരെയാണോ കണക്ട് ചെയ്യുന്നത് അവരുടെ കാര്യമാണ് പറയുന്നത്. സോ അവർക്ക് പലപ്പോഴും അവർ പറയണം എല്ലാം തുറന്ന് ഷെയർ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ തുറന്ന് പറയുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞാലോ, അവർ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുറേ ആൾറെഡി ഈഗോ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ബോട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ്. കറക്റ്റായിട്ട് കുറേ അവർക്ക് ഈഗോ ഉണ്ട്. അവർ പുറത്ത് ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ കോൺഫിഡൻ്റ് ആണെന്നൊക്കെ നിങ്ങളടുത്ത് കാണിക്കുന്നുണ്ടാവും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവരത്രയും സങ്കടങ്ങളും അത്രയും ഒരു സെൻസിറ്റീവൊക്കെ ആണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അവർ ഇത്രയൊക്കെ നിങ്ങളുടെ അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അവരിത്രയും ഒരു സെൻസിറ്റീവ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞാലും കരയും നിങ്ങളുടെ മുമ്പിൽ. സോ അത് അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതവർ ഇങ്ങനെ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ അവർക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. കുറേ അവരുടെ ലൈഫിലുള്ള അവർ കടന്നുപോയ ട്രോമകൾ, നെഗറ്റീവ് കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, അങ്ങനത്തെ അവർ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്കൊരു ട്രോമയായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ട്രോമകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തും പലപ്പോഴൊക്കെ അവരറിയാതെ പുറത്ത് വരുന്നുണ്ടാവും. അത് അവരുടെ ഈഗോ ആയിട്ടും ദേഷ്യമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പുറത്ത് എപ്പോഴെങ്കിലുമൊക്കെ മുഖം കാണിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ഇത് പലപ്പോഴും ഇങ്ങനെ പറയണം എന്ന് അവർക്ക് ഇങ്ങനെ തികട്ടി വരും. ബട്ട് അതവർ ഉള്ളിൽ ഇങ്ങനെ അമർത്തി വയ്ക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ നേരത്തെ ചിലപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീലിങ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാതെ മറച്ചു വെച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ. ബട്ട് അത് പറയണമെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ബട്ട് പറയാതെ അവർ അവരുടെ ഉള്ളിൽ തന്നെ വച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചേർന്നിരിക്കാനുമൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ബട്ട് അവർ നിങ്ങളോട് ഇതൊന്നും പലപ്പോഴും പറയലുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെടലുണ്ടാവും ഈ കാര്യം പറഞ്ഞ്. ബട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഇതുകൊണ്ടാണ് അവർ നിങ്ങളോട് പലപ്പോഴും ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം അവർ ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഈഗോ കാരണം. ബട്ട് അവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എപ്പോഴും ചേർന്നിരിക്കണം, നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം ചേർന്ന് ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. ബട്ട് ഇതുവരെ നിങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടും കുറേയൊക്കെ അതൊന്നും ബോദർ ചെയ്യാതെ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു. ബട്ട് എനിക്ക് കഴിയുന്നില്ല അങ്ങനെ ഇരിക്കാൻ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ടും എല്ലാ കാര്യങ്ങളും ഒരു ഫ്രഷായിട്ട് പല പല ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം കുറച്ച് പേർക്ക്. അത് നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു, ഇത് നിങ്ങളുടെ ഒരു കഴിവാണ് എന്നവർക്കറിയാം. ബട്ട് അത് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. നിങ്ങളെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അത് നിങ്ങളുടെ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും അവർക്ക് നല്ല ബോധമുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പല പല കലാപരമായ കഴിവുകളായിരിക്കാം.
അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു കഴിവായിരിക്കും. അങ്ങനത്തെ കഴിവുകളും ഒരു കോൺഫിഡൻ്റ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും അത് സക്സസ് ആവും. അങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്ത ഉണ്ട്. അത് നിങ്ങളോട് ഇതുവരെ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷനാകുന്ന ഒരു വ്യക്തിയാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ കുറേ സ്ട്രെസ് എടുത്ത് വെക്കുന്ന വ്യക്തിയാണ്. എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ് എടുക്കുന്നതെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ നിങ്ങളോട് പറയണമെന്ന് അവർക്കുണ്ട്. ബട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ കുറേ അവർ തന്നെ കുറേ ചിന്തിക്കുകയും അങ്ങനെ അത് കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാതെ മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾ കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തിയാണോ. പിന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഗീവിങ് നേച്ചറാണ്. നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. എന്ത് നടന്നാലും എന്ത് ചെയ്താലും നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. കാരണം നിങ്ങളെപ്പോഴും വിശ്വസിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പറ്റിക്കാനും എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ഒക്കെ നിങ്ങളെ എളുപ്പമാണ് എന്നും ഉള്ള കാര്യവും അവരുടെ ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ട്. സോ ഇവരിൽ കുറച്ച് വ്യക്തികളെല്ലാം അങ്ങനെ നിങ്ങളെ മിസ്യൂസും ചെയ്യുന്നുണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങളെക്കുറിച്ച് അവർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ചിലപ്പോൾ അവർ പറയുന്ന ചില ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിച്ച് പോകുമായിരിക്കും. ബട്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും ബോൾഡായിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നും അവർക്കറിയാം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരോടും മിങ്കിളായി എല്ലാവരോടും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കാവുന്നേ ഉള്ളൂ. ബട്ട് നിങ്ങൾ തന്നെ എല്ലാവരിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച്ഡായി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നു. എന്താണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, എന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഫീലിങ്സ് നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം തുറന്ന് എല്ലാവരോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാവുന്നുള്ളൂ. ബട്ട് നിങ്ങൾ തന്നെ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് എനിക്കാരുമില്ല എന്ന് പറയുന്ന മട്ടിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കുറേ സിറ്റുവേഷൻസിലൂടെയും കുറേ വ്യക്തികൾ തന്ന അനുഭവങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഈ വാദപ്രതിവാദങ്ങളും വഴക്കുകളും അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ബട്ട് അവരെന്താണെന്ന് വെച്ചാൽ കുറേ വാദപ്രതിവാദങ്ങളും കുറേ അങ്ങനെ ബഹളങ്ങളുടെ ഇടയിലൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. ബട്ട് നിങ്ങൾ കുറേ ശാന്തിയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി. അങ്ങനെ എന്തെങ്കിലും വാദപ്രതിവാദങ്ങൾ വഴക്കുകൾ വന്നാൽ നിങ്ങൾ ചെവി പൊത്തി അവിടെ നിന്നൊന്ന് മാറിപ്പോയാൽ മതി. അല്ലെങ്കിൽ എൻ്റെ സമാധാനം എനിക്ക് ശാന്തി സമാധാനം ഈ വഴക്കുകളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവർക്ക് അതൊന്നും ഇഷ്യൂ അല്ല, അതും നിങ്ങളെക്കുറിച്ചറിയാം. പക്ഷേ അവരായിരിക്കും വഴക്കടിക്കാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് നിങ്ങൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവർ പക്ഷേ കുറ്റം പറയുന്നത് നിങ്ങളെ ആയിരിക്കും, കോർണർ ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. വഴക്കടിക്കുന്നത് അവരുടെ ക്യാരക്ടറാണെന്നുള്ള കാര്യം അവർക്കറിയാമെങ്കിലും അതവർ സൈലൻ്റായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ഏറ്റെടുത്താൽ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കട്ട് ആൻഡ് റൈറ്റായിട്ട് ബോൾഡായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ബട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റേ വ്യക്തിയാണെങ്കിൽ അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അവർ ചിലപ്പോൾ വളഞ്ഞു കൊടുക്കും. ബട്ട് നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വളഞ്ഞു കൊടുക്കില്ലെന്ന് മാത്രമല്ല, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, എല്ലാം കറക്റ്റായിട്ട് നടക്കണം. അങ്ങനെ അതിനുവേണ്ടി കുറേ നിങ്ങൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും പെർഫെക്റ്റായിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇത് നിങ്ങളുടെ നല്ലൊരു ക്യാരക്ടറാണ്. ബട്ട് അതവർക്കറിയാം. ബട്ട് അത് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, അംഗീകരിച്ച് തന്നിട്ടും ഉണ്ടാവില്ല. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഒരു വേറിട്ട് കാഴ്ചപ്പാടുണ്ടാവും നിങ്ങൾക്ക്. അതായത് എല്ലാ വ്യക്തികളെയും പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാ വ്യക്തികളും നോർമലായിട്ട് പോളിഷ്ഡായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും തികച്ചും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു ഡിഫറൻ്റാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ എക്സാമ്പിൾ ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും ഒരു വ്യക്തിയെ കോർണർ ചെയ്ത് ഈ വ്യക്തി ശരിയില്ല എന്ന് പറയുകയാണെങ്കിൽ ബട്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. ആ വ്യക്തി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്, അങ്ങനെയൊക്കെ ആ വ്യക്തിയുടെ ഒരു ന്യായം കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്. കുറച്ച് പേര് അങ്ങനെ ആയിരിക്കും. സോ ഇതുപോലെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വേറിട്ട കാഴ്ചകളുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്പെഷ്യലാണ്, ഡിഫറൻ്റാണ് എന്നവർക്കറിയാം. ബട്ട് ഇതുവരെ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ബോട്ടത്തിൽ കിങ് ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഈ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞു നിന്ന് കുത്തുന്ന ക്യാരക്ടറൊന്നും ഇല്ല. നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം വളരെ കൃത്യമായിട്ടും ക്ലിയറായിട്ടും ചെയ്യുന്ന വ്യക്തിയാണ്.
ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്നാലും അതിൽ നിങ്ങൾ 100% ന്യായമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതായത് ഒരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയോടൊപ്പം തന്നെ ആ വ്യക്തി തന്നെ അല്ലാതെ വേറെ റൂട്ട്, വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ജോലി ഏൽപ്പിച്ചാൽ അതിലെങ്ങനെ പെർഫെക്ഷൻ കൊണ്ടുവരും. അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വെട്ടിത്തുറന്ന് പറയും. ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയും. തെറ്റാണെങ്കിൽ ഇത് തെറ്റാണെന്ന് നിങ്ങൾ പറയും. അങ്ങനെ എല്ലാത്തിലും നിങ്ങളൊരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം അവർക്കറിയാം. ബട്ട് അത് അവരൊരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവിടെ വീണ്ടും വന്നിരിക്കുന്നത് എംപറർ. 2 കാർഡ്സും പറയുന്നത് അതാണ്. നിങ്ങൾ വളരെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കറക്റ്റായിട്ട് നിറവേറ്റണം, സത്യസന്ധമായിട്ടിരിക്കണം, എല്ലാം കർമ്മ, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഇങ്ങനെ എല്ലാറ്റിലെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. മൊത്തത്തിൽ നിങ്ങൾ വളരെ ബോൾഡ് എനർജിയാണ്. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.